ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഈ കർക്കിടക മാസത്തിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു ചെറിയൊരു ലേഗ്യം. ചെറുതെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങൾ, 3 സാധനങ്ങൾ നമ്മൾ അടുക്കളയിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ലേഗ്യം. സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ലേഗ്യമാണ്. എന്തെന്ന് വെച്ചാൽ ഓടാനും ചാടാനും ശരീരത്തിന് നല്ലൊരു ഉണർവും ഉന്മേഷവും എല്ലാം. അത് മുട്ട, 2 നാടൻ മുട്ടയാണേ. നാടൻ മുട്ട കണ്ട, കരിപ്പട്ടി പാനി കാച്ചിയത്. അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകണ്ടേ, പാനി കാച്ചി അരിച്ചതാണ് കേട്ടോ. ഇത് ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഒരു നുള്ളു ജീരകം ഇടാം, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഈ ജീരകം രുചി ദഹനത്തിനൊക്കെ നല്ലതല്ലേ, അതുകൊണ്ട് ഒരു നുള്ളു ഇടാം. അതേ ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പേ വെച്ച് കേട്ടോ. ചട്ടി അടുപ്പേ വെച്ചിട്ട് ചട്ടി നല്ല ചൂടാകണം. നല്ല ചൂടായി കഴിയുമ്പോൾ ഈ കരിപ്പട്ടി പാനി അതിലോട്ട് ഒഴിക്കണം. ഞാൻ തീ എത്തിച്ച്, എന്നിട്ട് കരിപ്പട്ടി പാനി നല്ല ചൂടായിട്ടുണ്ട്. ഇതാണ് കരിപ്പട്ടി പാനി കേട്ടോ. നമ്മൾ പാനി കാച്ചി അരിച്ചെടുക്കണം. ചട്ടി ചൂടായി, ഞാൻ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് കരിപ്പട്ടി പാനി ഒഴിക്കുകയാണ്. കരിപ്പട്ടി പാനി ഒഴിച്ച് കരിപ്പട്ടി പാനി നല്ലവണ്ണം തിളയ്ക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പറയുന്ന ഈ ഉള്ളി ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്ര അളവിന് എടുക്കണം. 1/2 കിലോ ഉള്ളിയാണെങ്കിൽ 1/4 കിലോ കരിപ്പട്ടി, 3 മുട്ട എടുക്കണം. എത്ര കുട്ടികളുണ്ടോ അത്ര. ശർക്കര പാനി തിളച്ചുകൊണ്ടിരിക്കണേ, ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ അങ്ങനെ പിടിച്ചെന്നാലും, അതുകൊണ്ട് നല്ലവണ്ണം ഇളക്കണം. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി അതിലേക്ക് ഇടണം. 100 ഗ്രാം ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം 100 ഗ്രാം ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞതാണേ. അതിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഉള്ളിക്ക് നല്ല വേവുള്ളതല്ലേ, അത് ഈ പാനിക്കകത്ത് കിടന്ന് വേണം നല്ലവണ്ണം വെന്തുടഞ്ഞ് കുറുകാനായിട്ട്. ഇത് നല്ലവണ്ണം ഇളക്കണം കേട്ടോ. ഈ പാനിക്കകത്ത് കിടന്ന് വേണം ഈ ഉള്ളി വേകാൻ. ശകലം പോലും വെള്ളമായി ഒന്നും പാടില്ല. ഇത് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. കണ്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ടേ. വേവായി വരെയാണ്. ഇച്ചിരി മൂടി വെക്കണം. മൂടി വയ്ക്കുമ്പോൾ ഉള്ളിക്ക് നല്ല വേവുള്ളതല്ലേ, അത് കാരണം നമ്മൾ മൂടി വെക്കണം. മൂടി വെച്ചിട്ട് വീണ്ടും ഇളക്കണം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നമ്മൾ അലുവ എല്ലാം ഉണ്ടാക്കി, അലുവ കിണ്ടിയെടുക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് പിടിച്ച് വരില്ലേ, അതുപോലെയാകും ലാസ്റ്റ്. നല്ലവണ്ണം വെന്ത് കുറുകിയിട്ടുണ്ട് കണ്ടോ. ഉള്ളി നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കണ്ട, ഈ പരുവാകണം. അതിനകത്ത് കിടന്ന്, ആ ലായനിക്കകത്ത് കിടന്ന് വെന്ത് ഈ പരുവത്തിലാകുമ്പോഴത്തേക്ക് നമ്മൾ നാടൻ മുട്ട വേണം എടുക്കാൻ. മറ്റേ മുട്ട കുഴപ്പമില്ല, എന്നാലും നാടൻ മുട്ടയിലെ ആരോഗ്യം, അതുകൊണ്ട് നാടൻ മുട്ട എടുക്കണം. നാടൻ 2 മുട്ട. ഞാൻ 100 ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ കേട്ടോ, 100 ഗ്രാം ഉള്ളിക്ക് ഞാൻ 2 മുട്ടയാണ് എടുത്തത്. മുട്ട 2 നല്ലവണ്ണം അടിച്ച് പതച്ച് നല്ലവണ്ണം പതപ്പിച്ച് വേണം അതിലോട്ട് ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് ഇളക്കണം, നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഒഴിച്ചിട്ട് ഇളക്കണം, നല്ലവണ്ണം ഇളക്കണം. കണ്ടോ, അടിച്ച് പതച്ച് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇളക്കി നല്ല ഇളക്കണം. ലാസ്റ്റ് വരുമ്പോൾ വേണം, ഒരു നുള്ള് ജീരകം. അത് ദഹനത്തിന് നല്ലതല്ലേ ജീരകം. അപ്പോൾ മുട്ട, ഉള്ളി, കരിപ്പട്ടി, ഇത് 3 അല്ലേ. അപ്പോൾ ദഹനത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ജീരകം ഇടണം കേട്ടോ. ജീരകം പൊടിച്ചതേ, വറുത്ത് പൊടിച്ച ജീരകം. പിന്നെ ചിലവർ അയമോദകം ഇടും, കുരുമുളക് ഒരു നുള്ളിടും. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. പിന്നെ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ ഞാൻ പത്തില തോരൻ കാണിച്ച ആ റെസിപ്പി എൻ്റെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ, എൻ്റെ ആങ്ങളമാർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ലാസ്റ്റ് ഈ പരുവാകും കണ്ടോ. ഈ പരുവാകുമ്പോൾ വേണം നമ്മൾ നമ്മൾ ജീരകം ഇടാൻ. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ദഹനത്തിന് നല്ലതല്ലേ, അതാണ് ജീരകം ഇടുന്നത്. ദഹനത്തിന് നല്ലതാണല്ലോ ജീരകം, അതാണ് ഈ ജീരകത്തിന് ഒരു നുള്ളി ഇട്ടാൽ മതി കേട്ടോ. അത് ശകലം ചൂടാക്കി പൊടിച്ചിടണം. ലാസ്റ്റ് ഈ സ്റ്റേജിൽ വരും. കണ്ട, ഇതാണ് ലേഗ്യം. ലാസ്റ്റ് ഈ സ്റ്റേജിൽ വരും. കർക്കിടകത്തിൽ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.